ഒരു ഉമ്മി ഒരു കുട്ടിയാണ് അതിൻ്റെ ബാക്കിലുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സംസം വെള്ളം എന്തിനു കുടിച്ചോ അതിനെല്ലാം പറ്റും. അങ്ങനെയാണ്. ദണ്ണം മാറാൻ മാത്രമൊന്നുമല്ല, പെരപ്പണി തീരാനും സംസം വെള്ളം കുടിച്ചാൽ മതി. അങ്ങനെയാണ് ഹദീസിലുള്ളത്. പെരപ്പണി തീരാനും സംസം വെള്ളം കുടിച്ചാൽ മതി, മുതലുണ്ടാവാനും സംസം കുടിച്ചാൽ മതി, കടം വീടാനും സംസം കുടിച്ചാൽ മതി, കോളേജ് ഉഷാറാവാനും സംസം കുടിച്ചാൽ മതി, പള്ളിപ്പണി തീരാനും സംസം കുടിച്ചാൽ മതി, പെരേക്ക് നല്ലൊരു റോഡ് ഉണ്ടായി കിട്ടാനും സംസം. അങ്ങനെയുള്ള ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് മാഉ സംസമിൻ ലിമാ ശുരിബ ലഹു, സംസം വെള്ളം എന്തിനു കുടിച്ചോ അതിനെല്ലാം പറ്റും. കാലെത്രയായി എന്നറിയോ? കാലെത്രയായി സംസം തുടങ്ങിയിട്ട്? ഇക്കഴിഞ്ഞ ഹജ്ജ് സീസണിന്റെ മുമ്പത്തെ ഹജ്ജ് സീസണിൽ സംസമിനെ കുറിച്ച് പത്രത്തിലൊരു ഫീച്ചർ വന്നിരുന്നു. അതിൽ പറയുന്നുണ്ട്, ഒരു സെക്കൻഡില് 6000 ലിറ്റർ സംസമാണ് പമ്പ് ചെയ്യണത്. 1.5 HP മോട്ടർ വെച്ച് നമ്മളെ കിണർ പറ്റും. നമ്മളെ പെരയത്തെ കിണർ 1.5 HP മോട്ടർ വെച്ചാൽ പറ്റും. 6000 ലിറ്ററാണ് ഒരു സെക്കൻഡിൽ പമ്പ് ചെയ്യുന്നത്. അതിൻ്റെ പിന്നിൽ ഒരു ഉമ്മി ഒരു കുട്ടിയാണ്. ഒന്നും കൂടി കടന്നു പിടിച്ചാൽ ഒരു വാപ്പയും ഒരു ഉമ്മിയും ഒരു കുട്ടിയും. അതാണ് സംസമിന്റെ പിന്നിലെ രഹസ്യം. നമ്മള് സത്യത്തിൽ നമ്മുടെ മക്കളെ അള്ളാഹുവിന് സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കാൻ ഈ സമയം ഉപയോഗപ്പെടുത്തിയാൽ അതാണ് ഹിജ്റ നൽകുന്ന വലിയ സന്ദേശം.